ഈ വിന്റർ കഴിഞ്ഞപ്പോഴുള്ള കണ്ടീഷനാണ് ഇത്. ആ കൂട് കണ്ടോ, കൂടൊക്കെ പൊളിഞ്ഞിരിക്കുന്നു, ഇവിടുത്തെ കൂട് പൊളിഞ്ഞിരിക്കുന്നു, അത് കൂട് പൊളിഞ്ഞിരിക്കുന്നു. തറ ആഴ്ചയിൽ വീക്കിലി വൺസ് ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് ഞാനും ഇറങ്ങിയിട്ടില്ല. പിന്നെ കുറെ മുട്ടകളൊക്കെ ഇങ്ങനെ തിരിപ്പുണ്ട്, അതിനൊക്കെ ഡിസ്റ്റർബൻസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങാതിരുന്നത്. പക്ഷെ ഇനിയിപ്പോ സമ്മർ സീസൺ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നല്ലൊരു സീസണാണ്. ഈ സീസണിൽ നമ്മൾ കൂടൊക്കെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാല് സമ്മർ സീസൺ ആകുമ്പോഴത്തേക്ക് നന്നായിട്ടിരിക്കും. അല്ലെങ്കിൽ കിളികളൊക്കെ ചത്തുപോകും. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സമയത്ത് അതിനെ നല്ല വൃത്തിയാക്കി നല്ല സെറ്റാക്കി എടുക്കണം. പിന്നെ ഇതിനകത്ത് കുഞ്ഞു കിളികളുണ്ട്. പിന്നെ കുറെ കൂടുകളിൽ മുട്ടയുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കിളികളെയും മുട്ടയൊക്കെ, കിളിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ, അത് കൊടുക്കാനുള്ള രീതികൾ, ഏത് സമയത്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ കൂട്ടത്തില്. ആദ്യം നമുക്ക് കൂട് വെക്കാം. ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം. ആ സൈഡ് കണ്ടോ, ആ സൈഡ് ഉണ്ടോ, ഈ സൈഡ് ഞാൻ ഏകദേശം ഒന്ന് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്ര സൈഡ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അമ്മായി കാണിച്ചത് ഈ സൈഡ് ഭയങ്കര നാരോ ആയിട്ടുള്ള സ്ഥലമാണ്, നല്ല നാരോ. ഇത്രയും വേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം തണുപ്പ് കാലമായതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇത് ഒരു മാസത്തെ ഒന്നല്ല, 2 ആഴ്ചത്തെ വേസ്റ്റ് ആണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതാ. 2 ആഴ്ചത്തെ വേസ്റ്റ് ആണ് ഇത് കേട്ടോ. ഇത്രയും കാണുന്നത് 2 ആഴ്ചത്തെ വേസ്റ്റ്. കാരണം ഇത്രയും അധികം കിളികളുള്ളത് കൊണ്ട് ഒരു ദിവസം 2 ഗ്ലാസ് ഫുഡാണ് ഇടുന്നത്. ഒരു ദിവസം 3 ഗ്ലാസ് ഫുഡാണ് ഒരു ദിവസം കിളികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഈ കിളികൾ തിന്നു കഴിഞ്ഞിട്ടുള്ള, പിന്നെ അതുപോലെ തൂവലൊക്കെ, ഇപ്പോ അതിന്റെ സീസൺ കഴിഞ്ഞു, വെയിൽ സീസണായി. തൂവലൊക്കെ കൊഴിയാനുള്ളൊക്കെ തൂവലൊക്കെ കൊഴിഞ്ഞ് പുതിയ തൂവലൊക്കെ വന്ന് അത് നല്ല രീതിയിൽ, നല്ല എന്താ പറയാ, പഴയ തൂവലുകളെല്ലാം പോയിട്ട് പുതിയ തൂവലുകളൊക്കെ വരുന്ന ഒരു മാസം കൂടിയാണ് ഇനി വരുന്നത്. ഇനി ഇച്ചിരി കൂടെ കഴിയുമ്പോൾ നല്ല ചൂട് വരും. നല്ല ചൂട് വരുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം. തണുപ്പിന് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇപ്പൊ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് വേസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. കൂടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് 3 കൂടാണ്. ഞാൻ മൊത്തം 5 വാങ്ങിച്ചു. 3 ആ സൈഡിൽ ആദ്യം നമ്മളൊന്നും വെച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് കിളികളൊന്നും ഞങ്ങൾ പോകാൻ അനുവദിച്ചില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കിളികളുടെ ക്വാണ്ടിറ്റി കൂടുകയും, പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, 3 മറ്റേ പുതിയ കുഞ്ഞുങ്ങൾ വരുന്നു, ഇവിടെ മുട്ടയിടുന്നു. അപ്പുറത്തെ സൈഡിൽ വേറെയും കുറേ മറ്റേ ഇതിരിക്കുന്നു, എന്താ മുട്ട ഇരിക്കുന്നു. കുറേ കുഞ്ഞുങ്ങൾ ആ സൈഡിൽ വിരിയാനിരിക്കുന്നു. അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഏരിയയും കൂടെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. 2-3 കൂടുകൾ അവിടെ വെച്ചു. ആ ചെടി നല്ലൊരു ചെടിയായിരുന്നു. അത് ഇലയൊക്കെ ഉണ്ടായിരുന്നത്. കിളികളെല്ലാം കൊത്തിപ്പറിച്ച് അതിനെ ആ ഒരു ഷേപ്പിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അത് എടുത്ത് മാറ്റിയില്ല, അവരൊക്കെ അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ചെടി അതുപോലെ തന്നെ അവിടെ വെച്ചു. അപ്പോൾ ഇതിപ്പോൾ 1, 2, 3 2 ബാക്ക് സൈഡിലാണ് ഉള്ളത്. നമ്മുടെ ക്യാമറമാൻ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവന് തിരിയാൻ പറ്റത്തില്ല. അപ്പോൾ 2 സൈഡിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളെ കണ്ടല്ലോ, കിളിക്കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ 3 കിളിക്കുഞ്ഞുങ്ങളുണ്ട്. അതിനകത്ത് 3 മുട്ട ഇരിപ്പുണ്ട്. പുതിയ കുഞ്ഞുങ്ങളാണ്. അപ്പുറം ആ ഒരു സൈഡിലൊക്കെ, ബാക്ക് സൈഡിലൊക്കെ കുറേ കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ട്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അറിയാലോ, എൻ്റെയൊക്കെ സൈസ് കാണുന്നില്ലേ, ഈ വയറൊക്കെ കാണുന്നില്ലേ, വയറും ഈ കൂടും ഇതൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കിളികൾ വന്നിട്ട് കുഞ്ഞുങ്ങളെ നോക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അധികം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒന്നുകൂടെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു ഫുൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഫുഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിന് ശേഷം ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തിട്ട്. ഓക്കെ.
തിന ഇത് ഈ തിന എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള തിനയാണ്. 19 കിലോ ആണ് ഞാൻ ഇത് പൊതുവെ വാങ്ങിക്കാറുള്ളത്. ഒരു ബൾക്ക് ഒരു കവറിനകത്താണ് ഈ സാധനങ്ങൾ 19 കിലോ വരുന്നത്. 1/2 കിലോ 1 കിലോ ഞാൻ വാങ്ങിക്കാറില്ല. കാരണം ചില സമയത്ത് എനിക്ക് ഈ കമ്പനി കിട്ടിയിട്ടില്ലെങ്കിൽ അതേ പ്രോട്ടീൻ ആയിട്ടുള്ള തന്നെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു 19 കിലോ തന്നെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും. കാരണം അതൊരു സീസൺ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചു വെച്ചത്. ഈ ഇവിടെ വിൻ്റർ സീസൺ ആകുമ്പോഴാണ് കിളികൾ കൂടുതൽ മുട്ടയിടുന്നതും പിന്നെ അതുപോലെ തന്നെ കിളികൾ എന്താണ് മറ്റേ മുട്ടയിടുന്നതും കുഞ്ഞു കിളികളൊക്കെ വരുന്ന ഒരു സീസണാണ്. അപ്പോൾ അതിന് നല്ല പ്രോട്ടീൻ തന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പ്രോട്ടീനായിട്ടുള്ള തിന അതിൻ്റെ ഫുഡ് ഞാൻ വാങ്ങിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മല്ലിയില, പിന്നെ അതുപോലെ തന്നെ മിൻ്റൊക്കെ നല്ലതാണ്. മിൻ്റലയും മല്ലിയില എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ക്രേസാണ്. ഈ മല്ലിയില ബജീസിന് മല്ലിയില ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ മല്ലിയിലയും പുതിനയില എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിന് എന്തെങ്കിലും ഇതിന് അസ്വസ്ഥതയോ അല്ലെങ്കിൽ വെള്ളം പിടിച്ചിട്ട് വെള്ളം ഡേർട്ടി ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ ചെയ്യുന്നത് അത് വയറിന് ഒരു അസ്വസ്ഥതയും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിനയില ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ പുതിനയിലയും മല്ലിയിലയാണ് ഇവരെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഫുഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഞാൻ ഒരു ഫുഡ് തന്നെയാണ് വാങ്ങിക്കുന്നത്. വേറെ വെറൈറ്റി ഫുഡ് കാര്യങ്ങളൊന്നും പരീക്ഷിക്കാറില്ല. ഇത്രയും ഹൈ പ്രോട്ടീൻ ഫുഡ് ആയതുകൊണ്ട് ഈ ഫുഡ് തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്രോത്തുമാണ്. കിളികളൊക്കെ നല്ല എനർജി ആയിട്ടുള്ള കിളികളാണ്. ഫുഡ് തരുന്നതിനും ഫുഡ് കഴിക്കുന്നതിനും അതുപോലെ തന്നെ മുട്ടയിടുന്നതിനും എല്ലാം നല്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മുട്ട എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 7 മുട്ട വരെ ഇടാറുണ്ട് അവർ. അങ്ങനെ ഞാൻ ഒരു 10 നിന്ന് തുടങ്ങിയ 10 കിളികൾ ഏകദേശം വെച്ച് ഞാൻ തുടങ്ങിയ ഇപ്പോൾ ഏകദേശം എനിക്ക് 25 കിളികളുണ്ട്. അതിനകത്ത് 3 കിളികൾ ചത്തുപോയി. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളൊരു ഇങ്ങനെ ഈ തൂങ്ങിയിരിക്കുന്ന ഒരു കൂട് പോലത്തെ ഒരു സാധനം ഇല്ലേ, ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത്, ഇങ്ങനെ ഉരുണ്ടിട്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന ആ സാധനം നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ടാന്നു. അതിനകത്തുള്ള കയറ് കുരുങ്ങിയിട്ട് 2 തൂങ്ങി മരിച്ചു, 2-3 തൂങ്ങി മരിച്ചുപോയി. ഒരെണ്ണം ഞാൻ ശ്രദ്ധിച്ചില്ല, തണുപ്പൊക്കെ ആയതുകൊണ്ട്. ഒരെണ്ണം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം അങ്ങനെയും പോയി. ഏകദേശം 10-27 കിളികളുണ്ട്. ഇപ്പോൾ 24 ഉള്ളൂ. ഇനി എൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള മുട്ട കുഞ്ഞുങ്ങൾ മുട്ടയുണ്ട്. ഈ സ്ഥലത്തിരിക്കുന്ന കൂടില്ലേ, ഈ സ്ഥലത്തിരിക്കുന്ന കൂടുണ്ടല്ലോ, ഈ സ്ഥലത്തിരിക്കുന്ന കൂടിലുള്ള മുട്ടകളും കുഞ്ഞുങ്ങളൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. ഏകദേശം ഒരു 10 കുഞ്ഞുങ്ങളോളം ഇനിയും വരാനുണ്ട്. ആ 10 കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് വേറെ തന്നെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും ഫ്രണ്ട്ലിയും ഏറ്റവും ആക്റ്റീവായിട്ടുള്ളതും നമുക്ക് കണ്ട് നിന്ന് സമയം ചെലവഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള കിളിക്കുഞ്ഞുങ്ങളാണ് ഇത്, നമ്മുടെ ബഡ്ജീസ്. അതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.